ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളുത്തുള്ളി നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ എടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ അരിയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ചെള്ളൊക്കെ വരുന്നതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഇതുപോലെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് കറിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് പറ്റും കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തൊലിയിരിക്കാൻ പറ്റും. പിന്നെ ഇനി ഒന്നാകെ തൊലിച്ച് വെക്കേണ്ടത് അതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പാണ്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതുപോലെ വെളുത്തുള്ളി ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂർ വെച്ചാൽ തന്നെ നന്നായി തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു കവറിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ അല്ലിയായി ഇട്ടതും അല്ലെങ്കിൽ അല്ലാത്തതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു തവിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഇതുപോലെ തട്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടും കേട്ടോ. ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ടിപ്പൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അല്ലിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അധികം നനവൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ വേണം സൂക്ഷിക്കാൻ. നനവുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുമ്പോഴാണ് തീർച്ചയായും ഇത് കേടായിക്കെ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു ഇത് കണ്ട, ഇതൊക്കെ നമുക്ക് നമ്മുടെ അരിയിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിൽ നമ്മൾ പലരും ചെയ്യാറുള്ളൊരു ഇതാണ് ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ആ ഒരു പാത്രത്തിൽ ഇട്ട് സൂക്ഷിക്കുന്നത്. അത് ഉരുളക്കിഴങ്ങൊക്കെ മുളയ്ക്കാൻ കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് വേറെ തന്നെ സൂക്ഷിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേറെ തന്നെ സൂക്ഷിക്കുക. കഴിയുന്നതും ഫ്രിഡ്ജിൽ ഒരുപാട് നേരം ദിവസങ്ങളോടെ സൂക്ഷിക്കരുത്. കാരണം ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നുണ്ട്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക പദാർത്ഥം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ക്യാൻസറിന് വരെ കാരണമാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് മുമ്പ് തൊലി ഒളിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് മാത്രം നമുക്കൊരു 1/4 മണിക്കൂർ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം.